യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു ടൈറ്റിലായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഗുരു. സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഗുരു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അവന്റെ സേവനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഹിസ് ലവ് ആൻഡ് ഹിസ് സർവീസ്. സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആഴമുള്ള ഒരർത്ഥമാണ് അവിടെ ഉള്ളത്. അവൻ ഇടപെടുന്ന അവന്റെ ശുശ്രൂഷ. അവൻ ശുശ്രൂഷിക്കുന്നവനായ, സ്നേഹിക്കുന്നവനായ ഒരു യേശു, ശുശ്രൂഷിക്കുന്നവനായ ഒരു യേശു. അപ്പോൾ ഇത് രണ്ടും ഈ അധ്യായങ്ങളിലുണ്ട്. നമ്മൾ അതിനുവേണ്ടി 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. അപ്പോൾ സ്നേഹിക്കണം, അല്ലെങ്കിൽ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക മാത്രമല്ല, ഒടുവിൽ എന്തുകൂടെ പറയുന്നു? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ സ്നേഹിക്കുന്നതിന് ഒരു മാതൃകയുണ്ട്. ആ മാതൃക അനുസരിച്ച് നമ്മൾ സ്നേഹിക്കണം. എന്താണ് ആ മാതൃക? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അപ്പോൾ യേശു എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതാണ്: യേശു എങ്ങനെയാണ് സ്നേഹിച്ചത്. 2, അതേപോലെ തന്നെ നമ്മൾ അതിന്റെ മുകളിലത്തെ ഭാഗത്ത് വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. അപ്പൊ അവിടെയും കാണുന്നൊരു കാര്യമുണ്ട്, യേശുവിന്റെ ശുശ്രൂഷ. സേവനം എന്ന വാക്ക് കുറച്ചുകൂടെ നമുക്ക് വെയിഗായിട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷ എന്ന് പറയുന്ന വാക്ക് കുറച്ചുകൂടെ അർത്ഥസമ്പുഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ, അപ്പം അവിടെയും എന്തുണ്ട്? മാതൃകയുണ്ട്. സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ പറഞ്ഞല്ലോ, കാല് കഴുകുക എന്ന് പറയുന്ന ആ ഔട്ട്വേർഡായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ല ഇവിടുത്തെ വിഷയം. ഞാൻ എങ്ങനെ കഴുകി എന്നുള്ളതാണ്. അഥവാ യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകുമ്പോൾ അവന്റെ മനോഭാവം എന്തായിരുന്നു, അവൻ എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് വേണം ആ മനോഭാവത്തിലേക്ക് നമ്മൾ വളരുവാനായിട്ട്. അപ്പോൾ ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവൻ എന്ത് ചെയ്തു? അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നതായ 1-2 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, യേശു താൻ ഭൂമി വിട്ട് പോകുന്നുവെന്ന് അറിഞ്ഞു. ജീസസ് ന്യൂ ദാറ്റ് ഇറ്റ് വാസ് ഹിസ് ലാസ്റ്റ് ടൈം. അവന്റെ അവസാനത്തെ, ഒടുവിലത്തെ സമയമായിരുന്നു അതെന്നറിയാം. കാര്യം ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ അവൻ ക്രൂശിക്കപ്പെടുകയാണെന്നുള്ള ആ യാഥാർത്ഥ്യത്തെ യേശു തിരിച്ചറിഞ്ഞു. അതായത് യേശുവിന് മനസ്സിലായി, ഇനി എനിക്ക് ഒരു ദിവസം കൂടെ മാത്രമേ ഭൂമിയിൽ ബാക്കിയുള്ളൂ. ഇനി എനിക്ക് ഒരു ദിവസം കൂടെ മാത്രമേ ഭൂമിയിൽ ബാക്കിയുള്ളൂ. നമുക്ക് പലപ്പോഴും അങ്ങനെ അറിയാൻ കഴിയില്ല. കാര്യം നമുക്ക് നമ്മളെ മരണദിവസം ഒന്നും അറിയത്തില്ല, അല്ലേ? മരണദിവസം നമുക്കറിയില്ല. എന്നാൽ നാളെ ഞാൻ മരിക്കുമെന്ന് ഞാൻ അറിഞ്ഞാൽ, ഒരു ദിവസം മാത്രമേ എനിക്ക് ബാക്കിയുള്ളെങ്കിൽ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം ഒരു ദിവസം കൂടെ മാത്രമേ യേശുവിന് ഭൂമിയിൽ ജീവിക്കാനുള്ളൂ എന്നറിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു? ഒരു ദിവസം കൂടെ മാത്രമേ എനിക്ക് ജീവിക്കാനുള്ളൂ, ജീവിതം ബാക്കിയുള്ളൂ എന്നറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പലപ്പോഴും നമ്മളുടെ ഒരു വലിയ പ്രശ്നം, നമ്മളൊക്കെ ഈ പോസിറ്റീവ് തിങ്കിങ് എന്ന് നമ്മൾ പറയുന്ന ഒരു സെക്യുലർ ചിന്തയുണ്ട്. സെക്യുലറായിട്ട് ആളുകൾ പോസിറ്റീവ് തിങ്കിങ്, നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് വെച്ച് പുലർത്തുന്നത്. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത്, നെഗറ്റീവായ വാക്കുകൾ പറയരുത്, പോസിറ്റീവ് വേർഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഒരു റിലിജ്യനുണ്ട്.
ആ റിലിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യുലർ റിലിജൻ, അഥവാ നമ്മൾ ഈ പറയുന്ന ലോകത്തിന്റെ റിലിജിയൻ അനുസരിച്ച് പോസിറ്റീവ് തിങ്കിങ്, അതിനൊത്തിരി അങ്ങനത്തെ പുസ്തകങ്ങൾക്കെല്ലാം ഭയങ്കര ഡിമാൻഡാണ്. പോസിറ്റീവ് ബുക്സ്, പോസിറ്റീവ് തിങ്കിങ്, അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുള്ളൂ. പോസിറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നെഗറ്റീവായിട്ട് ഒന്നും ആലോചിക്കാൻ പാടില്ല, നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പാടില്ല. നാളെ ചാവുമെങ്കിലും ഞാൻ 100 വയസ്സൂടെ ജീവിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെ പറയണം. ഞാൻ മരിക്കയില്ല എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് തന്നെയല്ല, എല്ലാം നന്നാകുമെന്ന് ചിന്തിക്കണം, ഒന്നിനും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന് ചിന്തിക്കണം. ഇതാണ് പോസിറ്റീവ് തിങ്കിങ്. ഇത് ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. പക്ഷേ ഇത് ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ ആണെന്നുള്ള നിലയിലാണ് പല ക്രൂസൈഡ് പ്രസംഗകരും പ്രസംഗിക്കുന്നത്. ഇത് പ്യുവർലി സെക്യുലർ ആണ്. നവമതങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ഗുരു സിസ്റ്റമൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ചിന്തകൾ സദ്ഗുരു, മറ്റേ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഗുരുക്കന്മാരെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവരുടെ റിലിജിയനാണ് ശരിക്കും ഈ പോസിറ്റീവായിട്ട് പറയുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എപ്പോഴും പോസിറ്റീവ് വേർഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വാസികളുടെ തന്നെ വീട്ടിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓൾവേസ് സ്പീക്ക് പോസിറ്റീവ് വേർഡ്സ്. എപ്പോഴും നല്ല വാക്കുകൾ എന്നുള്ളതല്ല, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ മാത്രം നിങ്ങൾ സംസാരിക്കുക. നമ്മൾ റിയലിസ്റ്റിക് ആവുകയാണ് വേണ്ടത്, അല്ലാതെ പോസിറ്റീവ് ആവുകയല്ല. യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം നമ്മൾ. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം. യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കണം എന്ന് തന്നെയല്ല, ഈ പോസിറ്റീവ് സ്പീക്കേഴ്സ് പറയുന്ന ഒരു വാചകമുണ്ട്, ലിവ് ദിസ് ഡേ ആസ് ഇഫ് ഇറ്റ് ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇനി വരാനുള്ള സകല ദിവസങ്ങളുടെയും തുടക്ക ദിവസം എന്നതുപോലെ ഈ ദിവസം ജീവിക്കുക. അതായത് ഇന്നലെ വരെയുള്ളതൊക്കെ നിങ്ങൾ മറന്നേക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇനി ഒത്തിരി ജീവിക്കാനുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ ദീർഘമായ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസമാണ് എന്നതുപോലെ ഞാൻ ജീവിക്കണം. ഇത് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. ഇപ്പോഴത്തെ ഈ യോഗ, ഈ പറയുന്നത് പോലുള്ള സദ്ഗുരു, അതുപോലുള്ള ഒത്തിരി ഗുരുക്കന്മാര് ഉണ്ട്. ഈ ഗുരുക്കന്മാരുടെയൊക്കെ വാക്കുകൾ കേൾക്കാൻ ഭയങ്കര സുഖമാണ്. പിന്നെ ഈ പോസിറ്റീവ് പ്രീച്ചേഴ്സിന്റെ പ്രസംഗങ്ങൾ കേൾക്കാനും ഭയങ്കര സുഖമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്തീയമായ കാഴ്ചപ്പാട്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ക്രിസ്തീയമായ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, ലിവ് ദിസ് ഡേ ആസ് ഇഫ് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ്. ഈ ദിവസത്തെ ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കുക. അതാണ് ക്രിസ്തീയമായ കാഴ്ചപ്പാട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളുടെ ഈ ക്രൂസൈഡ് പ്രീച്ചേഴ്സിൽ പലരും പറയുന്ന വാക്കുകൾ ക്രിസ്തീയമല്ല, സെക്യുലറാണ്. ക്രൂസൈഡിൽ നമ്മൾ കേൾക്കുന്ന മിക്ക പ്രസംഗങ്ങളും ബിബ്ലിക്കലല്ല, സെക്യുലറാണ്. അത് നവമതങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ ഗുരു പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ഒത്തിരി ഗുരു പ്രസ്ഥാനങ്ങളുണ്ട്. അവരുടെയൊക്കെ വാക്കുകൾ ഒന്ന് മാമോദീസ മുക്കി കൺവെൻഷന് പ്രസംഗിക്കുന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും വേദപുസ്തകത്തിലെ വാക്കുകളൊന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നോട് ആളുകൾ തട്ടിക്കളയെന്നോ അതങ്ങനെ ബ്രദറിന് പറയാൻ പറ്റും അതാണ് വേദപുസ്തകത്തിന്റെ ചിന്തയെന്ന്. ഞാൻ പറയുന്നതിന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലേ ഞാൻ സംസാരിക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയും, ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം വേദപുസ്തകത്തിന് അനുസൃതമല്ലെങ്കിൽ നിങ്ങളത് അംഗീകരിക്കണ്ട. നിങ്ങൾ വേദപുസ്തകമായിട്ട് എൻ്റെ വാക്കുകളെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക്. ഈസ് ഇറ്റ് ബിബ്ലിക്കൽ? ബെരോവയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ. അവർ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു, പക്ഷേ അവർ ഭവനത്തിൽ പോയി അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചു. തിരുവെഴുത്തുകളെ അവര് പരിശോധിച്ചു, ബെരോവയിലെ ക്രിസ്ത്യാനികൾ. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആരുടെ വാക്കുകളാണ് ഇവര് പോയി പരിശോധിച്ചത്? പൗലോസിന്റെ. എന്താ അതിന്റെ അർത്ഥം? പൗലോസ് പറഞ്ഞിട്ട് ഇവര് സ്വീകരിക്കാൻ തയ്യാറല്ല. ഇത് വേദപുസ്തകത്തിന് അനുസൃതമാണോ എന്ന് ആലോചിച്ചിട്ടും പഠിച്ചിട്ടുമാണ് അത് അവര് സ്വീകരിച്ചത്. എടാ, പൗലോസിന്റെ വാക്കുകൾ വേദപുസ്തകവുമായി തട്ടിച്ചു നോക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ പിന്നെ സാജുവിന്റെ വാക്ക് നിങ്ങൾ എന്തിനാ കേൾക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി നോക്ക്, ഇതിങ്ങനാണോ എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. എന്താ അതിന്റെ അർത്ഥം? ഒരു ക്രൂശും തോളെ തൂക്കിക്കൊണ്ട് നടക്കണമെന്നാണോ അതിന്റെ അർത്ഥം? ആണോ? അല്ല. എന്താണ് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ക്രൂശിന്റെ അർത്ഥം എന്താണ്? ക്രൂശിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നത് കഷ്ടതയാണെന്നാണ്. പക്ഷേ
ക്രൂശ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടതയല്ല, മരണമാണ്. ഒരാളെ കഷ്ടപ്പെടുത്താനായിട്ട് മാത്രം ക്രൂശിൽ കയറ്റത്തില്ല. ഇപ്പൊ ചാട്ടവാറടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ കഷ്ടപ്പെടുത്താൻ ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയാം. പക്ഷെ ക്രൂശിൽ കയറ്റുന്നത് എന്തിനു വേണ്ടിയല്ല, കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല. എന്തിനു വേണ്ടിയാ? കൊല്ലാൻ വേണ്ടിയാ. അതായത് മരണമാണ് ക്രൂശ്, അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പനി വരുന്നതൊന്നും അല്ല ക്രൂശ്. നമ്മൾ ക്രൂശ് വഹിക്കണ്ടേ ബ്രദറെ? പനിയുണ്ട്, ചുമയും ഒരു മൂക്കടപ്പും ഒക്കെ ഉണ്ട്, നമുക്ക് വെച്ചിരിക്കുന്ന ക്രൂശ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. നമുക്ക് കഷ്ടതയുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ക്രൂശ് എന്ന വാക്കിന്റെ യഥാർത്ഥത്തിൽ കർത്താവ് പറയുന്ന അർത്ഥം മരണമെന്നാണ്. അത് ആ കാലഘട്ടവുമായിട്ട് ആലോചിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അന്ന് ഒരാൾ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ക്യാപിറ്റൽ പനിഷ്മെന്റ് എന്ന് നമ്മൾ പറയുന്ന മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. അതിൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആള് റോമൻ സിറ്റിസൺ ആണെങ്കിൽ അവനെ തല വെട്ടിക്കളയും. ഇനി റോമൻ സിറ്റിസൺ അല്ല, യഹൂദനോ അതുപോലെയുള്ള ആളുകളോ ആണെങ്കിൽ അവനെ തല വെട്ടത്തില്ല, ക്രൂശിക്കും. അതുകൊണ്ടാണ് പത്രോസിനെ ക്രൂശിച്ചു, നമുക്ക് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ പൗലോസിനെ എന്ത് ചെയ്യായിരുന്നു? തലവെട്ടുകായിരുന്നു. കാരണം പൗലോസിന് റോമൻ സിറ്റിസൺഷിപ്പ് ഉണ്ട്, അവനെ എന്ത് ചെയ്യത്തില്ല? ക്രൂശിക്കത്തില്ല. പത്രോസിന് റോമൻ സിറ്റിസൺഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് അവനെ ക്രൂശിച്ചു. അപ്പോൾ ഞാനിപ്പോൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണെന്ന് വയ്ക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു ന്യായാധിപൻ, പിലാത്തോസിനെ പോലെയുള്ള ഒരു ന്യായാധിപൻ, അയാളുടെ കോർട്ടിൽ വെച്ചാണല്ലോ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ ആ കാലയളവിലാണെങ്കിൽ ക്രൂശാണ്, അല്ലെങ്കിൽ ക്രൂശിൽ കയറ്റിയാണ് എന്നെ കൊല്ലുന്നത്. അങ്ങനെ വധശിക്ഷയ്ക്ക് ഒരാൾ വിധിക്കപ്പെട്ടാൽ ആ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന സ്ഥലം മുതൽ, ക്രൂശിക്കപ്പെടുന്ന ചിലപ്പോൾ ദൂരെ ആയിരിക്കും, ക്രൂശിക്കപ്പെടുന്ന സ്ഥലം വരെ ഈ എന്നെ ക്രൂശിക്കാനുള്ള ക്രൂശ് എടുത്തോണ്ട് നടക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ ഓൾറെഡി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ക്രൂശ് എടുത്തോണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ പറയും പാവം, ഇനി ചില മണിക്കൂറുകൾ കൂടെ മാത്രമേ ഇവന് ജീവിതം ബാക്കിയുള്ളൂ. യേശുവിന്റെ ക്രൂശ് എടുക്കേണ്ടത് യേശുവാണ്. പക്ഷേ ഒന്നുകൂടെ 40 അടിയേറ്റ യേശു, തലയിൽ മുൾക്കിരീടം ചൂടി ചോര വാർന്നൊലിച്ചവനായ യേശു ഈ ക്രൂശും ചുമന്ന് ഗോൽഗൊത്ത വരെ എത്തുകയില്ലെന്ന് ഇവർക്ക് തോന്നിപ്പോയി. ഇതിനിടയ്ക്ക് തന്നെ യേശു മരിച്ചു പോകുമെന്ന് തോന്നിയപ്പോഴാണ് റോമൻ പടയാളികൾ കുറേനക്കാരനായ ശിമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താ? ഭാരമുള്ള ക്രൂശല്ലേ? ശരിക്കും പറഞ്ഞാൽ ഭാരമുള്ള ക്രൂശ് ആയതുകൊണ്ടല്ല. ക്രൂശും വഹിച്ചുകൊണ്ട് ശിമോൻ നടന്നാൽ നാട്ടുകാരുടെ മുമ്പിൽ കൊലയാളിയായ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി ആരായിത്തീരും? ശിമോനായിത്തീരും. അതൊരു നാണം കെട്ട പരിപാടിയല്ലേ? അതാണ് കുറേനക്കാരനായ ശിമോൻ ക്രൂശ് ചുമക്കാൻ മടി കാണിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇനി ചില മണിക്കൂറുകൾ കൂടെ മാത്രമേ ഇയാൾക്ക് ജീവിതമുള്ളൂ. അപ്പൊ യേശു പറഞ്ഞു, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എന്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല. എന്താ അതിന്റെ അർത്ഥം? കർത്താവ് പറഞ്ഞതാണ്, ഇനി ചില മണിക്കൂറുകളിലൂടെ മാത്രമേ ജീവിതമുള്ളൂ എന്നതുപോലെ ജീവിക്കുന്നവന് മാത്രമേ എന്റെ ശിഷ്യനാകുവാൻ സാധിക്കത്തുള്ളൂ.